എടുത്തിട്ട് ഞാൻ എന്റെ പേര് ഇത് പറയുന്നുണ്ടെന്നുള്ള സത്യസന്ധമായിട്ട് അണ്ണൻ അറിയാൻ എനിക്കറിയാം. അണ്ണൻ അറിയത്തില്ല ഇത് സംഭവം അണ്ണൻ അറിയത്തില്ലേ? മാറിയിരിക്കാന്ന് പറഞ്ഞ് ഞങ്ങളറിയാം ഞങ്ങളുടെ കാര്യം നോക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളോട് ജീവിക്കുന്നു. ഇവരിങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഞങ്ങളുടെ സ്റ്റേജിനകത്ത് ആളുകളുണ്ടാക്കുന്ന കാര്യങ്ങൾ താഴെ അതിനുള്ള മിനിമം പരിരക്ഷ കൊടുക്കുന്നുണ്ടോ ഇവര് ഈ കള്ളക്കത്തിനൊക്കെ? അണ്ണൻ പറയുന്ന ഞാൻ ന്യായമായ കാര്യമേ ചോദിക്കുന്നുള്ളൂ. പല പരിരക്ഷയും കൊടുക്കുന്നത് ഒരു പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യ കളർ ഉണ്ടാക്കുക. അവർക്ക് ചീത്ത കേൾക്കണം. കഴിഞ്ഞ ദിവസം അണ്ണൻ കേട്ടു നോക്കി ഞാൻ ഇത് തരാം. എന്തോ ഇത് സത്യം ഗുരുദേവനാണ് സത്യം. അണ്ണൻ ഈ ഇവന്മാരുടെ കള്ളത്തിൽ അറിയാമെന്ന് എനിക്കറിയാം. അണ്ണന്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ പറ്റുന്നതാണ് അണ്ണന് സത്യവുമായ കാര്യം. ഇവന്മാരുടെ കള്ളത്തരങ്ങളെല്ലാം അണ്ണൻ അറിയാമെന്ന് എനിക്കറിയാം. ഇത് ശരിയാണോ തെറ്റാണോ അണ്ണൻ പറഞ്ഞു. ഇത് ശരിയാണോ തെറ്റാണോ? എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് സുമാർ അനാവശ്യ കളറുകൾ ഞങ്ങളെ കുറിച്ച് ഉണ്ടാക്കും. ഇതൊന്നും ഇത് നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വം. നിങ്ങളുടെ SNDP വലിയ SNDP ഒരു ഇതാണല്ലോ. ഇവന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലയോ? പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞത് കൺട്രോൾ ചെയ്യാൻ? നിങ്ങൾ ശരിക്കും ഒരു നടപടിയൊക്കെ ഉണ്ടല്ലോ. ഇവന്മാര് വർഷമായിരിക്കും നിൽക്കത്തില്ലെന്ന് ആര് പറഞ്ഞു? എണ്ണം നിങ്ങൾ രഹസ്യമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വനിതാ സംഘത്തിനെയൊക്കെ അറിയിച്ചു എന്നാണ് പരാതി വന്നത്? ആളുകളെ എന്തുകൊണ്ട് അറിയിച്ചു? ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ ആളുകൾ എന്തുകൊണ്ട് അറിയില്ല? എന്താ അറിയിക്കാത്തതെന്ന? നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും. അത് ഇനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. 10 വനിതാ സംഘത്തിനെ ഇങ്ങനെ വിളിച്ച് കൊടുത്തിട്ട് പരാതി ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് അതൊന്നും പറയുന്നു. അതിനതിൻ്റെതായ ഇതുണ്ട്. അതിന് ജീവിക്കാൻ എന്താ അവകാശങ്ങളുണ്ട്. അതിന്റെ സ്വാതന്ത്ര്യത്തിനകത്ത് അതിന് കിട്ടിയ നിയമപരമായ എത്തിക്ക് ഷെയറിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വഴി വാങ്ങിച്ച 7 സെന്റ് കൊണ്ട് ഇതിനകത്ത് ഇതിനകത്തും അതിന് കിട്ടിയ ഒരു 46 സെന്റ് സ്ഥലമുണ്ട് എനിക്ക്. അതിനകത്തും അതിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവന്മാരാണ് നിങ്ങളോട് എതിർക്കാനോ ഇതാക്കാനോ പോകേണ്ട കാര്യമില്ല. ഇതിനെതിരെ ഒരു നടപടി വേണം. അല്ലെങ്കിൽ അവരെനി നേരെ അതിനെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഒരു രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുന്ന ഇല്ലയോ നയം? അപ്പൊ നിങ്ങൾക്ക് നടത്താൻ പറ്റാത്ത വല്ല കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് നിങ്ങൾ ഏത് നടത്തുന്നത്? നിങ്ങൾ കുറച്ച് ആണുങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതിനോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അതിന്റെ വീട്ടിൽ ജീവിക്കുന്നത് ആ നാളുകളിലേക്ക് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാല് നിങ്ങൾ പറ്റത്തില്ലെന്ന് നിങ്ങൾ കാട്ടാൻ പറഞ്ഞാൽ നടക്കത്തില്ലെന്നാണോ? ഇത് ശീലമാമനെയൊക്കെ അവന്മാർ പേടിപ്പിക്കുന്നത് എന്തുവാ? ശീലമാമനെയൊക്കെ പേടിച്ച് അന്ന് ഞാൻ കണ്ട് പേടിച്ച് അന്ന് അണ്ണനുണ്ടായിരുന്നു. മോഹൻജിക്ക് വെള്ളം വെച്ച് അണ്ണനുണ്ടായിരുന്നു. ഒന്ന് നോക്കി ശീലമാമനെയൊക്കെ പേടിച്ച് എന്തൊക്കെ പേടിക്കാൻ. അപ്പൊ എന്തൊരു ഗൂണ്ടായിപ്പാണ് ഇവിടെ നടക്കുന്നത് ഒലവെളിയില്. ഇതെന്തൊരു ഗൂണ്ടായിപ്പാണ്. ഈ ഒലവെളിയിലൊക്കെ ഗൂണ്ടായിപ്പ് നടക്കുന്നതാണ്. ഒത്തിരി ഗൂണ്ടായിപ്പ് നടന്നു ഞങ്ങളുടെ വീട്ടില്. ഇതുപോലുള്ള ഒരു വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്തോ ഇത് ദിവസം എന്തോ ഗൂണ്ടായിപ്പ്. എന്തിനാണ് എന്റെ പേര് കഥ ഉണ്ടാക്കുന്നത്? ഇപ്പൊ അച്ഛനാണ് എന്റെ പേര് കഥ ഉണ്ടാക്കുന്നത്. ഇവനാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്തെങ്കിലും സുധാകരന്ന് ചോദിച്ചു നോക്കിയത് എന്തെല്ലാം ചീത്തയും നിങ്ങൾ ആ വീട്ടിൽ എടുത്ത് നോക്കിയാൽ എന്തെല്ലാം ആംഗ്യങ്ങളാണ് കാണിക്കുന്നത്. ഇത്രയൊക്കെ ആംഗ്യങ്ങൾ എന്തെല്ലാം ഗുരുദേവന്റെ മുന്നിൽ കാണിക്കുന്നത്. ഇതിനെ കുറിച്ച് പൂജ ചെയ്യാനിരിക്കുന്നത് ഏതെന്നാ? നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലയോ? നിങ്ങളൊന്ന് നടപടി എടുത്ത് നോക്കിയേ. നാളെ മുതൽ മഴവെള്ളിമാരെ നടക്കുമെന്ന് അറിയാം. ഒരു നടപടി അവൻ ഇവയൊക്കെ നിങ്ങളുടെ മുന്നിൽ ചെയ്യാം. നിങ്ങൾ ആ ക്യാമറ എടുത്ത് നോക്കിയാൽ മതി. ക്യാമറ എടുത്ത് നോക്കിയാൽ എന്തൊക്കെയാ കാണിക്കുന്നത്? ഓടിക്കുന്നത് മണ്ണിൽ നിൽക്കുന്ന ചൂടെടുക്കുന്നത് കുത്തുവളത്ത് എടുത്തോണ്ട് വരും. ഇതിന് ആരാ ഇതൊക്കെ എടുത്തോണ്ട് വരാൻ എന്നെ കുത്തുവെന്ന് പറഞ്ഞത്? അപ്പൊ എന്തൊന്നും ശീലമാവിനെ ഒന്നും ഒരു പേടിയില്ലേ? ശീലമാവിനെ ഇവരൊക്കെ ഇവരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവരെയൊന്നും അവർ പുല്ലുവരെയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടയാണ് നിങ്ങൾ വീട്ടുകാരെ ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്നത്. എന്താ ആണോ?
ഉണ്ടാക്കി എല്ലാം എനിക്ക് തെളിവുണ്ട്. ഇതൊന്നും ഇത് എവിടെ നടക്കും? ഇതൊന്നും ഉണ്ടായിട്ടുമാണ് ഈ ഓല കെട്ടിയിട്ട് ആളുകളെ ജീവിപ്പിക്കത്തില്ലെന്നുള്ളത്. എന്തോ ഇത് ഞാനാണെങ്കിൽ നമ്മൾ ഓർമ്മ കാര്യമല്ല ഇതേ സംഭവങ്ങളാ നമ്മുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പട്ടി ചീത്ത വിടുക, നമ്മുടെ വീടിന്റെ മുന്നിൽ എത്തിച്ചീത്ത പൊട്ടിച്ചിടുക. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റാണ്, അതിനപ്പുറം ഇപ്പുറമൊക്കെ മുറികളാ. നമ്മുടെ ഒരു മുന്നിൽ മാത്രം പിന്നെ കുങ്കുമം കൊണ്ടിടുക, അരി കൊണ്ടിടുക, എന്തെല്ലാം വേലകളെ കൊണ്ടിടുന്നത്. എങ്കിൽ അവിടെ ഇതുപോലെ എല്ലാത്തിനും തെളിവുണ്ട് എന്റെ കയ്യിൽ. ഇതുപോലെ ശല്യമാണ് ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് നമ്മളെ ഭരിക്കാൻ വരിക. നമുക്ക് അറിയപ്പോലില്ല കണ്ടത് അറിയാനും അറിയുന്നത് എല്ലാം കയറിയും ഭരിക്കാൻ വരിക. ഇതൊന്നും ആലോചിച്ച് ഇവരെയാ എന്തുമാത്രം നമ്മൾ പോന്നിട്ടെല്ലാം ഇങ്ങനെ ഹരാസ് ചെയ്യാനായിട്ട് നടക്കുന്നത്. അതൊരു രീതിയാണ്. ഇവിടെ മാത്രമല്ല നമ്മൾ എവിടെയൊന്നും പോയിട്ട് ഇതുപോലെ ഹരാസ് ചെയ്യും. എവിടെ പോയി ഇനി ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്താൽ അവിടെയും വരും. ഇതൊന്നും വേണ്ട ഇത് എവിടെ നടക്കും? ഇത്രയ്ക്ക് നമ്മളെ പുറകിൽ നടന്ന് ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഇത്. ഹലോ, ഇത് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. എന്റെ എല്ലാം ഇരിപ്പുണ്ട്, എല്ലാ തെളിവുകളും എന്റെ ഇരിപ്പുണ്ട്. ഒരു 2022 മുതലുള്ള അതിന് മുന്നേ മുതലുള്ളതുണ്ട്. 2022 മുതൽ കറക്റ്റായിട്ട് ഇവിടെ ഇതുപോലെ നടന്നതാണ്. എന്റെ വീടിന്റെ മുന്നിൽ കാറ് കൊണ്ടിടുക, എന്റെ വീടിന്റെ മുന്നിൽ അനാവശ്യമായ ആൾക്കാർ വന്നിട്ടില്ല. ഇവിടെ എവിടെ നടന്നതാണ്. നമ്മൾ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഏതോ കാറൊക്കെ കൊണ്ടുവന്ന് നമ്മളറിയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മള് ഞാൻ ഇട്ടിട്ട് നമ്മള് ഇറങ്ങി നോക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ രാവിലെ നിങ്ങൾ ഈ ക്യാമറ എടുത്ത് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഒരു കാറ് വന്ന് കിടക്കുന്നത് കാണുന്നതൊക്കെ. അന്നേരം നമ്മളേക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് കാറ് നമുക്ക് അറിയില്ല ആരെങ്കിലും. ഇതൊക്കെ എന്തോ നമുക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് ആൾ വരുന്നതെന്നാ പറയുന്നത്. ഇന്നും ഇങ്ങനെ തുടങ്ങിയതല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ അറിയാവുന്നത്. ഇന്നും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞില്ല. നമ്മുടെ വീടിന്റെ പാതിരാപ്പേക്ക് കാറ് വന്നിരുക ഇപ്പോഴും ഉണ്ട്. നമ്മൾ അവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറയുന്നത്. എന്റെ വീടിന്റെ മുന്നിലേ ഉള്ളൂ. ഞാൻ എവിടെയെല്ലാം പോകുന്നു ഒരു വീടിന്റെ മുന്നിൽ തിരിച്ചു കൊണ്ടുപോകുന്നു ഞാനിതുവരെ കാണുന്നില്ല. അങ്ങനത്തെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തിരിച്ചു വേണം ആൾക്കാർ ആണോ? ഹലോ, ഇതൊക്കെ നിങ്ങൾ SNDP-യിലുള്ള ഒരു സംഘടനയില്ലേ? SNDP അത്ര പവറൊന്നും ഇല്ലാത്ത നിങ്ങൾ എന്തോ നമ്മള് പത്രിക മുറിക്കുന്നതും പിന്നെ നമ്മൾ സ്വർണ്ണ എഴുതുന്നതും അതെല്ലാം റെക്കോർഡിങ്ങിൽ ഇതാക്കുന്നതിനും ഇതാണല്ലോ ഈ SNDP എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെതിരെ എന്തോ ചെയ്യാൻ പറ്റില്ല. എന്തോ അവര് അവിടെ ചിന്തിക്കും നിങ്ങൾ ആരാവരെ കടയുണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങൾ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ എടുത്തു പോകും. അവരാരാണ് നമ്മുടെ കടയുണ്ടാക്കാൻ? ഈ കൊമരാശൊക്കെയാണ് ഞങ്ങളെ ഭരിക്കാൻ. ഞങ്ങൾ അവരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. ഇത് ഞങ്ങളെ ഭരിക്കുന്ന കാര്യമില്ല. ഞങ്ങളെ കുറിച്ച് പറയേണ്ട കണ്ട ആണുങ്ങളെല്ലാം അതിനാണ് ഈ പൊക്കി കെട്ടി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ കാര്യമായി കുറെ എണ്ണമുണ്ട്. ഇവിടെ വന്നത് ഇരിപ്പായിരുന്നു. അത് ഈ SNDP-യുടെ സെക്രട്ടറി വന്ന് ഇരിക്കുകയായിരുന്നു. മണിക്കൂറുകൾ എന്തോ ദിവസം വന്ന് ഞങ്ങളുടെ ഇരിക്കുവാണ്. എന്നിട്ട് ഇവിടെ വരുന്നതാണ് എന്തോ അതുപോലെ കുറെ എണ്ണമുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യും. അതങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നപ്പോഴാണ് ഇവരിതെല്ലാം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അതൊക്കെ എന്താ പറയുന്നത് ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നവരെല്ലാം മാറ്റുന്നത് ആണ് വലിയല്ലോ.